ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നൊരു അവധി ദിവസമാണ്, ശനിയാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഹോളിഡേ എങ്ങനെയായിരിക്കും, അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ഫുഡ് അടിയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ മണി 9:30 സാധാരണ അവധി ദിവസങ്ങളാകുമ്പോൾ ഈ സമയമാവും എണീക്കാൻ. രണ്ടുപേരും ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇവരുടെ കുത്തിപ്പൊക്കാനുള്ള ശ്രമമൊക്കെ നടത്തി, പക്ഷേ ഒന്നും നടന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു എന്നല്ലാതെ ഒന്നും നടന്നില്ല. അപ്പോൾ പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി. അടുക്കള പരമാവധി തലേദിവസം തന്നെ രാത്രി തന്നെ ഞാൻ എപ്പോഴും ക്ലീനാക്കി വയ്ക്കാൻ നോക്കാറുണ്ട്. ഇന്ന് ദോശയാണ്. ദോശയ്ക്കുള്ളത് ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ട് അതങ്ങനെ പൊങ്ങില്ല. ചിലപ്പോൾ പൊങ്ങും, ഭാഗ്യമുണ്ടെങ്കിൽ പൊങ്ങും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. കുറച്ചേ പൊങ്ങിയിട്ടുള്ളൂ, ഇനിയും പൊങ്ങാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ചൂടൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും ഒന്നും കൂടി നല്ലതായിട്ട് പൊങ്ങി അത് പുളിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ മൂടി വെച്ചു. അപ്പോൾ നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാലയും അതുപോലെ തന്നെ ചട്നിയും ഒക്കെ പ്രിപ്പയർ ചെയ്യാം. ഞാൻ രാവിലെ തന്നെ പണി തുടങ്ങുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിടും. കാരണം ക്ലീനിങ് നല്ല ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിടും. അപ്പോൾ നമ്മുടെ എല്ലാ തൊലി കളയുന്നതും അതുപോലെ തന്നെ പൊട്ടറ്റോൻ്റെ തൊലി എല്ലാതും അതിലേക്ക് വേസ്റ്റൊക്കെ അതിലിടാം. അവസാനം അതങ്ങനെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞാൽ മതി. അപ്പോൾ ഒരുപാട് പേർക്ക് ക്ലീനിങ് ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. രാവിലെ തന്നെ നിങ്ങൾ പണി തുടങ്ങുമ്പോൾ തന്നെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിടുക. അപ്പോൾ പിന്നെ എല്ലാ വേസ്റ്റും അതിലിടാം. അവസാനം അത് ചുരുട്ടിക്കൂട്ടി കളയാൻ നമുക്ക് തുടയ്ക്കേണ്ടതും അടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും വരില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ പണി തുടങ്ങുമ്പോഴായാലും അതുപോലെ തന്നെ ഡിന്നർ ഉണ്ടാക്കുന്ന സമയമായാലും ഒക്കെ ഇങ്ങനെ ന്യൂസ് പേപ്പർ വിരിച്ചിടും. അപ്പോൾ നമ്മുടെ ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും കുക്കിങ്ങിന് സഹായം വേണമെന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കുക്കിംഗ് വേണ്ട, അതിന് പകരം വേറൊരു പണി കൊടുത്തു. തേങ്ങ ചെറിയിക്കൊള്ളാൻ പറഞ്ഞു. 2 തേങ്ങ ചെറിയിക്കൊള്ളാൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തേങ്ങ ചിരക ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഏട്ടൻ തേങ്ങ ചിരകയിൽ എക്സ്പേർട്ടാണ്, വേഗം ചിരക്കി തരും. ഞാനൊരു വീക്കിലേക്കുള്ള തേങ്ങ ചിരക്കി അത് പാക്കറ്റിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ചട്നിക്കുള്ള പണിയും കൂടി നോക്കാം. ചട്നി അടിച്ച് വെച്ചാൽ വേഗം ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ് ചട്നി. ഞാനത് ചട്നി തിളപ്പിക്കാറില്ല, നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നേരെ ഒഴിക്കാറാണ് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. ഇനി ആ ഭാഗമൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ പേപ്പറിലായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതങ്ങനെ മടക്കി കൂട്ടി കളഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ കണ്ടോ, അടിയിലൊന്നും നമ്മുടെ ഒരു വേസ്റ്റും ആയിട്ടില്ല. ജസ്റ്റ് ചെറുത് ഉള്ളതും ഉണ്ടെങ്കിൽ അതങ്ങനെ തുടച്ചെടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇപ്പോൾ മണി 10:15. അപ്പോൾ നമുക്ക് നമ്മുടെ ദോശമാവ് ഒന്നും കൂടി തുറന്ന് നോക്കി നോക്കാം, പൊങ്ങിയോ പുളിച്ചോ എന്നൊക്കെ. അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്, വളരെ വലുതായിട്ടൊന്നും പൊളിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് വേറെ മാർഗ്ഗമില്ല, ഇന്ന് ദോശ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദോശ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കേണ്ടത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ചിരകലിന് അവിടെ കഴിഞ്ഞു. അപ്പോൾ അത് ഇനി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണം ഒരാഴ്ചയ്ക്ക്, അല്ലെങ്കിൽ 1.5 ആഴ്ച 2 ആഴ്ചയ്ക്കൊക്കെ ഞങ്ങൾക്ക് 2 തേങ്ങ മതിയാവും. അപ്പോൾ അത് ഇങ്ങനെ ഒരു സിപ്ലോക്ക് കവറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ഞാൻ ചെയ്യുക. പരമാവധി കൈ തൊടില്ല, കൈയിൻ്റെ നനവും ഇതൊന്നും ആക്കില്ല. സ്പൂൺ കൊണ്ട് സിപ്ലോക്ക് കവറിലാക്കി അതങ്ങനെ ഫ്രീസറിൽ വെക്കും.
ഒരുപാട് പേര് ചെയ്യണം കണ്ടിട്ടുണ്ട്, പാത്രത്തിലാക്കിയിട്ടാണ് വെക്കുക, ഒരു ബൗളിലൊക്കെ ആക്കിയിട്ട്. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു സിപ്പ് കവറിലാക്കിയിട്ട് വെക്കുകയാണ്. കാരണം പാത്രത്തിലാവുമ്പോൾ അത് ഫ്രീസറിൽ വെക്കുമ്പോൾ കട്ട പോലെയാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എടുത്താൽ കിട്ടില്ല. പിന്നെ സ്പൂൺ കൊണ്ട് കുത്തി, കത്തി കൊണ്ട് കുത്തിയിട്ടൊക്കെ എടുക്കാൻ നിൽക്കണം. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെ സിപ്പ് കവറിലാക്കിയിട്ട് അത് നന്നായി പരത്തുക. ആ പരത്തിയിട്ട് എയർ കളഞ്ഞിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കട്ട പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിങ്ങനെ 4 കട്ട പോലെ വരഞ്ഞു കൊടുത്താലും മതി. ഒന്നും ചെയ്തില്ല, ഇങ്ങനെ പരത്തി വെച്ച് എയർ കളഞ്ഞ് എടുത്ത് വെച്ചാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെറിയ കഷ്ണങ്ങൾ അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഞങ്ങളൊരു മോളിൽ പോവുകയാണ്, ഫീനിക്സ് മോള്. ബാംഗ്ലൂരിൽ ഇച്ചിരി വലിയ മോളാണത്. കുറച്ച് ദൂരമുണ്ട് ഞങ്ങളുടെ അവിടുന്ന്. സാധാരണ ഹൈവേ സെലക്ട് ചെയ്യാതെ ഇപ്രാവശ്യം ഞങ്ങൾ വേറൊരു വഴി കൂടെയാണ് പോയത്, കുറച്ച് ഉള്ളിൽ വഴികളിലൂടെയാണ് പോയത്. അപ്പോൾ ആ വഴിയിൽ വഴിക്കൂടെ പോകുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 സൈഡിലും നഴ്സറികളാണ്. നമ്മുടെ ചെടികൾ വാങ്ങുന്ന നഴ്സറികളാണ്. ചെറിയതും ഉണ്ട്, അതുപോലെ തന്നെ വലിയ നഴ്സറികളും ഉണ്ട്. അപ്പോൾ ഞങ്ങളും അവിടെ ഇറങ്ങി കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു. നല്ല ഭംഗിയാണ് കാണാൻ, നല്ലൊരു ക്ലൈമറ്റും നിറയെ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ആ വഴിയുടെ ഡീറ്റെയിൽസും ഫാമിൻ്റെ പേരൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവിടെ പോകണം. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ, നല്ല ഭംഗിയുള്ള ക്ലേൻ്റെ പാത്രങ്ങളും ഒക്കെ അവിടെ കിട്ടും. കുറച്ച് ബാർഗെയിൻ ചെയ്യാനും കൂടിയുള്ള സ്കില്ലുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് നല്ല വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെടികളും ചെടിച്ചട്ടികളും ഒക്കെ വാങ്ങാൻ പറ്റും. ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. बता 150 150 है 120 है। ये वाला पड़ेगा आपको 80। ओके 150 80 100 70। ഈ വഴിയിൽ തന്നെ ഉള്ള മറ്റൊരു നഴ്സറിയാണിത്. ഇത് കുറച്ചും കൂടി വലിയ സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ ഹോൾസെയിലായിട്ട് നമുക്ക് ചെടികൾ എടുക്കാൻ പറ്റും. ഒരു വലിയൊരു എമൗണ്ട്, വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് ഇവിടുന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാം. ഒരു സ്കൂളോ ഓഫീസോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ അതിൻ്റെയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ബൾക്ക് എമൗണ്ട് ചെടികൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ബാർഗെയിനിങ് ഒന്നും നടക്കില്ല, ഒക്കെ ഇനി ഫിക്സഡ് റേറ്റ് ആണ്. ഈ നഴ്സറിയിലെ ഓരോ ചെടികളും തരം തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇൻഡോർ മാത്രം വളർത്താൻ പറ്റിയ ചെടികൾ, ഇൻഡോറിൽ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് വേറൊരു ഭാഗത്ത്, അതുപോലെ തന്നെ ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് വേറെ സൈഡിൽ, പിന്നെ പ്ലാന്റ്സിന് കൊടുക്കേണ്ട വളങ്ങൾക്ക് മാത്രമായിട്ടൊരു സെക്ഷൻ, ചട്ടികൾക്ക് മാത്രം ഒരു സെക്ഷൻ, വെറുതെ ഭംഗിക്ക് മാത്രം വെക്കുന്ന ചെടികൾ, അതുപോലത്തെ പിന്നെ അത് വെക്കുന്ന സ്റ്റാൻഡുകൾ, പിന്നെ ഗാർഡനിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഒക്കെ ഓരോന്നിനും ഓരോ സെക്ഷൻ തിരിച്ച് വളരെ വലിയൊരു നഴ്സറിയാണിത്. ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൂവും പൂക്കളും ചെടികളും ഒക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണാൻ വേണ്ടിയിട്ടെങ്കിലും ഈ ഭാഗത്തൊന്ന് വരണം. അത്രയ്ക്ക് രസമാണ് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ചട്ടികളൊന്നും കോൺക്രീറ്റ് അല്ല കേട്ടോ, ഒക്കെ പ്ലാസ്റ്റിക്കാണ്. ചില ചട്ടികൾ നമുക്ക് കാണുമ്പോൾ അത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നിയില്ല, അത്രയും ഭംഗിയിലാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഒക്കെ നടന്നു കഴിഞ്ഞ് ഞങ്ങൾ മോളിലെത്തി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ പണി ഫുഡ് അടിയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. വീക്കെൻഡ് ആകുമ്പോൾ മോളിൽ പാർക്കിംഗ് ഒക്കെ ചടപടാന്ന് കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ അവരുടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള വേറൊരു സ്ഥലത്താണ് പാർക്കിംഗ്. പക്ഷെ ഒരു തരത്തിൽ ഇതാണ് നല്ലത്. കുറേ താഴത്തേക്ക് ലിഫ്റ്റിൽ ഇറങ്ങും കയറുമൊന്നും വേണ്ട. നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാം. അപ്പോൾ പാർക്കിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഒരു ബിരിയാണി KFC ഒക്കെ തന്നു. അത് കഴിഞ്ഞ് മോളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ഏറ്റവും അവസാനമാണ് നമുക്ക് പ്ലേ ഏരിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആദ്യം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറക്കണമെങ്കിൽ ഒരു യുദ്ധമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങളുടെ എല്ലാ കാണലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്ലേ ഏരിയ കയറാറുള്ളൂ. അപ്പോൾ കുറച്ച് നേരം മോളിലൊക്കെ നടന്ന് കണ്ടു. എന്നാലും കിട്ടില്ല. അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഹോം സെൻറ്ററിൽ ഒന്ന് കയറി അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എത്ര കണ്ടാലും ഹോം സെൻറ്ററിൻ്റെ ഉള്ളിൽ വീണ്ടും കാണുമ്പോൾ ഒരു പുതുമയാണ്. അത്രയും രസമാണ് അവിടുത്തെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. അത്രയും ഭംഗിയാണ്. നമുക്ക് അവിടുന്ന് എല്ലാ പീസും എല്ലാ സാധനങ്ങളും മേടിച്ചു കൊണ്ടുവരാൻ തോന്നും. പക്ഷെ നമ്മൾ അവിടുന്ന് ഒരു സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പ്ലേ ഏരിയയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ട് തന്നെയുള്ള ഒരു ടോയ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ടോയ് ഷോപ്പ് ഉണ്ട്. അവിടെ കയറി. അവിടെ നിന്നും ഇതുപോലെ തന്നെ ഇറങ്ങാൻ നല്ല പണിയാണ്. പിള്ളേരിനെ ആകർഷിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കുട്ടികളുടെ ഹാംലീസൊക്കെ പോലെ തന്നെയുള്ള മറ്റൊരു ഷോപ്പാണ് ടോയ്റസ്. അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ കളികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് തിരിച്ചു. 1 മണിക്കൂറുണ്ട് ഇവിടുന്ന് ഫ്ലാറ്റിലേക്ക്. വീട്ടിലെത്തിയിട്ട് നമുക്ക് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അതൊക്കെ എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങളോടൊപ്പം ഇന്നത്തെ ഈ അവധി ദിവസം നിങ്ങളും ഞങ്ങളോടൊപ്പം ട്രാവൽ ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ബൈ ബൈ.